ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഷോർട്ട് ഡ്രൈവ് പോവുകയാണ് ടു റാസ്ത കഫേ ഓൺ വാലന്റൈൻസ് ഡേ ഫ്രം ബാംഗ്ലൂർ. ഈ കഫേ 68 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ് ഉള്ളത്. ടോട്ടൽ ട്രാവൽ ടൈം 1 hour 38 minutes ആണ് എടുത്തത് നമുക്ക് അവിടെ റീച്ച് ആവാൻ വേണ്ടിയിട്ട്. ഈ കഫേ ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിലാണ് ഉള്ളത് കേട്ടോ. നമ്മൾ ഈ പ്രാവശ്യം ബൈക്കിലാണ് പോയത്, ഞാനും എൻ്റെ ഹസ്ബൻഡും ആൻഡ് ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ ഇത്രയും പേരാണ് പോയത്. ഈ ഹൈവേയിൽ നല്ല രസമാണ് കേട്ടോ പോകാനായിട്ട്. രണ്ട് സൈഡിലും കുറേ മരങ്ങളും പിന്നെ കുറച്ച് റോക്ക് സ്ട്രക്ചേഴ്സ് ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ റാസ്ത കഫേ എത്തിക്കഴിഞ്ഞു. നമ്മൾ ബാംഗ്ലൂർ ടു മൈസൂർ പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഈ കഫേ വരിക. ഞങ്ങൾ പോയത് ഉച്ച സമയമായിരുന്നു കേട്ടോ, ഒരു 3 മണി ആയിരുന്നപ്പോഴാണ് പോയത്. ലഞ്ചിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ട് നടക്കുവാണ്. ഓക്കെ, കുറച്ചൊന്നും നടക്കാനുണ്ട്. ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലായിരുന്നു. പക്ഷെ നമുക്ക് അത്ര വെയിൽ അറിഞ്ഞില്ല, ബിക്കോസ് കുറേ മരങ്ങളും ചെടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമാട്ടോ ഇവിടെ നടക്കാനും കുട്ടികൾക്ക് കളിക്കാനൊക്കെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് എൻ്റർ ആവുകയാണ്. ഞങ്ങൾ പോയ സമയത്ത് അധികം തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ വൈകുന്നേരമൊക്കെ ആയി തുടങ്ങുമ്പോഴത്തേക്കും കുറച്ച് തിരക്ക് വരാൻ തുടങ്ങിയായിരുന്നു. ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട്, പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ കയറി പോകുമ്പോൾ ഈ സ്ഥലത്തും കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ്. അവിടെ കുറച്ച് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമ്മളിവിടെയാണ് ഇരുന്നത്. കുറേ മരങ്ങളായിരുന്നു. പിന്നെ വാളിലാണെങ്കിലും സൈഡിൽ ഗ്രാഫിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു നല്ല സ്ഥലം നോക്കി ഇരുന്നിട്ട് നമ്മൾ അവരുടെ ഫേമസ് റാസ്ത മൊക്കറ്റീനോ, ഐസ്ഡ് മൊക്കറ്റീനോ, മിൻസ് ലൈം അതൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ പിസ്സ, പിന്നെ പെരി പെരി, ഫ്രഞ്ച് ഫ്രൈസ്, ചാട്ട് ഇതൊക്കെ ഓർഡർ ചെയ്ത് സ്റ്റാർട്ടേഴ്സ് പോലെ നമ്മൾ കഴിച്ചു തുടങ്ങിയായിരുന്നു. ഈ പിസ്സയുടെ പേര് റസ്റ്റിക്ക പിസ്സ എന്നാണ്. നല്ലതായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. പക്ഷെ വലിയ വ്യത്യാസമൊന്നും അറിഞ്ഞില്ലായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാംബൂ ചിക്കൻ ബിരിയാണി അതും വന്നു. ഇവരുടെ ഈ ബാംബൂ ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം 2 പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പാകത്തിന് നല്ല 2 പ്ലേറ്റിലും നിറച്ച് ഉണ്ടായിരുന്നു കേട്ടോ ഇവരുടെ ബിരിയാണി. പിന്നെ അതൊക്കെ കഴിച്ച് കുറച്ച് തമാശയും കഥകളൊക്കെ പറഞ്ഞിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ഫോട്ടോസ് എടുത്തായിരുന്നു. അതിൽ കുറേ ഒന്നും നല്ലതായിരുന്നില്ല, കുറച്ചേ നന്നായിരുന്നുള്ളൂ. അത് ഞാനിവിടെ അപ്ലോഡ് ചെയ്യാം. ഇവിടെ അവരുടെ വാൾസിലൊക്കെ കുറേ ഗ്രാഫിറ്റി പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. നമ്മുടെ മറ്റേ ബാംഗ്ലൂർ ഡേയ്സിലെ പോലെ നല്ലതായിരുന്നു കേട്ടോ. നല്ല കുറേ ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു. പിന്നെ ഇവരുടെ ഫുഡ് കുഴപ്പമില്ലായിരുന്നു. ബട്ട് അടിപൊളി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആംബിയൻസ് അടിപൊളിയാണ്. സംടൈംസ് മോർ ദാൻ ഫുഡ് ആംബിയൻസ് മാറ്റേഴ്സ്, റൈറ്റ്? ഫുഡ് സർവീസ് ഒക്കെ ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഫുഡ് ആൻഡ് കഫേ റിവ്യൂ. പിന്നെ ഇവിടെ വരെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ രാവിലത്തെ ടൈം വരാം, അല്ലെങ്കിൽ നൈറ്റ് ടൈം വരാം കേട്ടോ. നൈറ്റ് ആണെങ്കിൽ 12 AM to 5 AM നല്ല തിരക്കാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ കുറച്ച് നേരത്തെ ഒക്കെ വന്നാൽ ടേബിളും ഹുക്കൊക്കെ കിട്ടും. ഇല്ലെങ്കിൽ എല്ലാം ഫുള്ളായി പോകുമെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ സാറ്റർഡേ സൺഡേസ് ഭയങ്കര തിരക്കായിരിക്കും രാത്രി. ഉച്ചയ്ക്ക് അത്രയും തിരക്കൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ആരെങ്കിലും വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. So overall, it was a good day, a good ride and a good food and a new cafe explore ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ കഫേ ട്രൈ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.